പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുത്തപ്പോൾ, സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ പാക് നേതാക്കൾ നാണം കെട്ടിയിരിക്കുന്നു. ജനങ്ങൾ തെരുവിലേക്ക് വൈകാതെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തല ചൊറിഞ്ഞ് മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വാഗ അട്ടാരി അതിർത്തി അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹൈക്കമ്മീഷണറെ തെളിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലതരത്തിൽ പാകിസ്ഥാനെ അച്ചം പുച്ചം നയതന്ത്രമായി തിരിച്ചടി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്വന്തം കാലിൽ തന്നെ വെടിവെക്കാൻ ഒരുങ്ങുകയാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യയുമായി പാകിസ്ഥാനുണ്ടായിരുന്ന ഷിംല കരാർ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഒരു തിരിച്ചടി കൊടുക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ സ്വന്തം നെഞ്ചിൽ കത്തികുത്തി ഇറക്കാനായിട്ട് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഷിംല കരാർ റദ്ദാക്കുന്നത് പരിഗണിക്കുന്നതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യാഴാഴ്ച രാവിലെ ദേശീയ സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം വിളിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ സമീപകാല പ്രസ്താവനകൾക്കും നടപടികൾക്കും മറുപടി നൽകുന്നതിനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയും ഇഷാഖ് ദാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായിട്ടുള്ള എക്സിൽ പറഞ്ഞു. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനുമായി ബന്ധമില്ലെന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്ന ആക്രമണങ്ങൾ ആഭ്യന്തര കലാപത്തിന്റെ ഫലമാണെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു TV ചാനലായി അവകാശപ്പെട്ടു. എന്തായാലും എന്താണ് ഈ ഷിംല കരാർ എന്ന് നോക്കാം. 1972 ജൂൺ 28 മുതൽ ജൂലൈ 2 വരെ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ഷിംലയിൽ നടന്ന നിരവധി ചർച്ചകളുടെ ഫലമായിരുന്നു ഈ ഷിംല കരാർ എന്ന് പറയുന്നത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഇതിൽ ഒപ്പുവെച്ചു. 1971 യുദ്ധത്തിന് ശേഷമുള്ള സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ കരാർ ഉണ്ടാക്കിയത്. യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ സൈനികമായി പരാജയപ്പെടുത്തുക മാത്രമല്ല, കിഴക്കൻ പാകിസ്ഥാനായിട്ടുള്ള ബംഗ്ലാദേശിനെ മോചിപ്പിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിനു പുറമെ 93,000 പാകിസ്ഥാൻ സൈനികരെ യുദ്ധത്തടവുകാരായി പിടികൂടുകയും ഏകദേശം 5,000 ചതുരശ്ര മൈൽ പാകിസ്ഥാൻ പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തു. ഷിംല കരാർ പ്രകാരം ഒരു സമാധാന ഉടമ്പടി എന്നതിലുപരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധങ്ങൾക്കുള്ള ഒരു ചട്ടക്കൂടാണെന്ന് അവിടെ രൂപീകരിക്കപ്പെട്ടത്. യുദ്ധ തടവുകാരുടെ തിരിച്ചുവരവ്, അധിനിവേശ പ്രദേശങ്ങളുടെ കൈമാറ്റം, കാശ്മീർ തർക്കം തുടങ്ങിയ യുദ്ധാനന്തരം ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ എല്ലാ തർക്കങ്ങളും പ്രത്യേകിച്ച് ജമ്മു കശ്മീരുമായി ബന്ധപ്പെട്ടവ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണം എന്ന് തന്നെയായിരുന്നു. ഐക്യരാഷ്ട്രസഭ പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഇത് ഉന്നയിക്കപ്പെടുന്നത് തടയാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു പാകിസ്ഥാൻ എന്ന് നടത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 1971 ഡിസംബർ 17 വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം സ്ഥാപിതമായിട്ടുള്ള നിയന്ത്രണ രേഖയെ ഇരു രാജ്യങ്ങളും മാനിക്കുമെന്ന് കരാർ വ്യവസ്ഥ ചെയ്തു. ഇത് യഥാർത്ഥ നിയന്ത്രണ രേഖയായി അംഗീകരിക്കപ്പെട്ടു. ഏകപക്ഷീയമായി അതിൽ മാറ്റം വരുത്താൻ ശ്രമിക്കില്ലെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. എന്നാൽ ഈ കരാർ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ ഈ നിയന്ത്രണ രേഖയെ ഇരു രാജ്യങ്ങളും മാനിക്കണം എന്ന വ്യവസ്ഥ റദ്ദാക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പിന്നെ ഇടം വലം നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാനിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ കയറി വലിയ രീതിയിലുള്ള വിനാശം വിതയ്ക്കാനുള്ള പാകിസ്ഥാന്റെ തന്റെ അനുവാദമായിട്ട് ഈ ഷിംല കരാർ പാകിസ്ഥാൻ റദ്ദാക്കുകയാണെങ്കിൽ അത് മാറുമെന്നുള്ള സാഹചര്യമാണ് പ്രധാനപ്പെട്ട കാര്യം. കൂട്ടത്തിൽ യുദ്ധത്തിൽ പിടിച്ചെടുത്ത പശ്ചിമ പാകിസ്ഥാന്റെ പ്രദേശങ്ങൾ തിരികെ നൽകാനും 90% പാകിസ്ഥാൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കാനും ഇന്ത്യ സമ്മതിച്ചു. പകരമായി ബംഗ്ലാദേശിനെ അംഗീകരിക്കുമെന്നും ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലാകുമെന്ന് പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തു. എന്നാൽ ഇപ്പോൾ ഇന്ന് ബംഗ്ലാദേശ് പഴയപടിയാകാൻ പോകുന്നു. ഇന്ത്യ തിരിച്ചു കൊടുത്ത ആ സ്ഥലം ഇന്ത്യക്ക് പുഷ്പം പോലെ തിരിച്ചു പിടിച്ചു വാങ്ങിക്കാനുള്ള സാഹചര്യം ഷിംല കരാർ റദ്ദാക്കിയാൽ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സമാധാനവും സഹകരണവും പ്രോത്സാഹിപ്പിക്കാനായി ഉണ്ടാക്കിയ ഷിംല കരാർ റദ്ദാക്കിയാൽ അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് ഈ പാകിസ്ഥാനായിരിക്കും എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.